ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാഴത്തട എങ്ങനെ മുറിക്കാം, അതിൻ്റെ നൂല് അല്ലെങ്കിൽ അതിൻ്റെ വല എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഈ വാഴത്തട ഇങ്ങനെ പൂള് കണക്ക് വെട്ടി എടുക്കുക. എന്നിട്ട് ഈ വിരലിൽ അതിൻ്റെ വല ചുറ്റിയെടുക്കുക. അതിൻ്റെ നാരെന്ന് പറയും, കറയെന്നും പറയും. അപ്പോൾ അതിനെ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇന്നത്തെ കാലത്ത് ഇത് പലർക്കും അറിഞ്ഞുകൂടാ, ഇതിൻ്റെ ഈ നൂല് ചുറ്റിയെടുക്കണതും ഇതിനെ എങ്ങനെയാണ് കറി വെക്കണതെന്നും ഒന്നും ഇന്നത്തെ മിക്കുള്ള ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിങ്ങനെ മരച്ചീനി പൂള് വെട്ടും പോലെ വെട്ടി ഇങ്ങനെ ചുറ്റി എടുക്കണം. നമ്മുടെ കയ്യിൽ അതിൻ്റെ ഇതിങ്ങനെ വെട്ടിയെടുക്കണം. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കല്ലിൻ്റെ അസുഖമുള്ളവർക്കും അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാകുന്ന ദഹനക്കേട്, കുടലിനുണ്ടാകുന്ന അൾസർ, അതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഷുഗർ പേഷ്യൻറ്റിനും നല്ലതായിട്ടാണ് ഇതിനെ കണക്കാക്കണത്. ഒരു മായവും ഇല്ലാത്ത ഒരു ഭക്ഷണം കൂടെയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പും അങ്ങനെയുള്ളതെല്ലാം കുറയും. അപ്പോഴും നമ്മൾ ഇന്ന് ഈ വാഴത്തട കൊണ്ട് ചെയ്യാൻ പോകുന്ന തോരൻ ആണ് വയ്ക്കാൻ പോണത്, അതായത് തോരൻ എന്ന കറി. അപ്പോൾ ഈ തോരനിൽ വാഴത്തടയും സവാള ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് തോരൻ വയ്ക്കാം. ചക്കക്കുരു അത് ഇട്ട് തോരൻ വയ്ക്കാം. ശീവക്കിഴങ്ങ് നമ്മൾ പറയും കൂർക്ക, അത് ഉപയോഗിച്ച് തോരൻ വയ്ക്കാം. ചെറുപയർ ഉപയോഗിക്കാം, തോരൻ പരിപ്പ് ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്കിഷ്ടപ്പെട്ട ഏതൊരു സാധനവും ഇതിൽ കൂടെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ കറ എടുത്ത് വച്ചിരിക്കുന്ന ആ പൂള് ഇങ്ങനെ നൈസായിട്ട് കൊത്തി ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ എടുക്കുമ്പം തോരൻ വീഴും പോലെ ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ ഇതിനൊരു കറയും യാതൊന്നും ഇതിലില്ല. കണ്ട, ഇതിന് കറയൊന്നുമില്ല, ഇങ്ങനെ തുറ ഇരിക്കും. ഇത് ഇങ്ങനെ ഇത് ചെയ്ത് ഇതിൽ കറി വയ്ക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഇതെങ്ങനെയാണ് കറി വയ്ക്കണതെന്ന് വല്ല കാണണമെങ്കിലോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ അരിഞ്ഞ് കാണിച്ചത് തോരന് ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ വേറൊരു കറി വയ്ക്കുന്നത് കാണിക്കാം. അതായത് വാഴത്തട പുളി വയ്ക്കണത്, അതായത് ഒഴിച്ച് കറി പുളി വയ്ക്കുകയും ചെയ്യും. അതിന് നമ്മൾ അരയ്ക്കേണ്ട അരപ്പെന്ന് പറഞ്ഞാൽ മീനിന് അരയ്ക്കുന്ന അരപ്പാണ് നമ്മൾ അതിന് ഉപയോഗിക്കാനുള്ള. പക്ഷേ അതിന് തോരൻ അരിയും പോലെയല്ല അരിയാനുള്ളത്, കുറച്ചുകൂടെ കഷ്ണങ്ങൾ വലുത്